എല്ലാവർക്കും ഗ്രീൻ ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യമാണ് ആ ഒരു ഷെല്ല് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് ആ ഒരു പുഴയുടെ അവിടെ പോയിട്ട് കുറച്ച് ഷെല്ല് കളക്ട് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദേ ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് പറഞ്ഞത് ആ ഭാഗം നിങ്ങളവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ഭാഗത്ത് കൂടെയാണ് നമ്മൾ വന്നത്. അവിടുത്തെ വെള്ളം കംപ്ലീറ്റ് വറ്റിയേക്കാണ്. ദേ ഇവിടെയായിട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് കുറച്ച് ഷെല്ല് നമ്മൾ കണ്ടേക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്കിത് ഓരോന്നായിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു കവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എത്രത്തോളം ഷെല്ല് കളക്ട് ചെയ്യാമെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഷെല്ല് കിട്ടിയിട്ടുണ്ട്, 2 ഷെല്ല് കിട്ടി. അപ്പോൾ അതിൻ്റെ മുകളിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് കഴുകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഓരോ പോർഷനിലും നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് എടുക്കുക. ഇതുപോലത്തെ ചെറിയ ഷെല്ല് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ഷെല്ല് പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം ഷെല്ലുകളൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക തരം ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യും, അതും ഇനി ദോഷമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചെന്നിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇവിടുന്ന് ഷെല്ലുകൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ പോണ വഴിക്ക് നമുക്കൊരു ചെറിയ ബോട്ടിലും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്വയർ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വർക്ക് ഈ ഒരു ബോട്ടിലും തന്നെ ചെയ്യാമെന്ന്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെളിയായി കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് എത്രത്തോളം കഴുകി വൃത്തിയാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ കുപ്പി ഷെല്ലൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഷെല്ലും നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആവശ്യമുള്ള ഷെല്ല് മാത്രം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതുപോലെ ബോട്ടിലും നമ്മൾ നന്നായി കഴുകിയെടുത്തു. നന്നായി കഴുകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉള്ളിലൊക്കെ നന്നായി ഉരച്ച് കഴുകിയതാണ്. എന്നാലും ഇതിൻ്റെ മുകളിൽ കുറേ പാടുകളുണ്ട്. കുറേ കാലമായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ടാണ് കുറേ പാടൊന്നും ഉരച്ച് കളഞ്ഞിട്ടും പോകുന്നില്ല. അതുപോലെ നമ്മുടെ ഷെല്ല് നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പെട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളതൊന്ന് ഉണക്കിയെടുത്തേക്കാണ്. ഇതിൻ്റെ ഉൾവശത്തായിട്ട് കാണുന്ന കളർ കുറച്ച് വൈറ്റ് കളർ പോലെയാണ്, നല്ല തിളങ്ങണതാണ്. പക്ഷേ പുറം ഭാഗം ഇതുപോലെ ഡാർക്ക് തന്നെയാണ്, ചെളി പിടിച്ച കളർ പോലെ തന്നെയാണ്. ഇതിൻ്റെ സൈഡ് കുറച്ച് ഷാർപ്പാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഷെല്ല് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങളുടെ അവിടെ നിന്ന് കിട്ടുന്ന ഏതൊരു ഷെല്ല് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് ബട്ടർഫ്ലൈയുടെ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ അതൊന്നല്ല ചെയ്യണേ. നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കളർ ആവശ്യമുണ്ട്. അപ്പോൾ 6 കളേഴ്സാണ് നമ്മളിവിടെ എടുത്തേക്കണത്. അതുപോലെ 6 ഷെല്ലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ അതിൻ്റെ അടിയിലായിട്ടൊരു പ്ലാസ്റ്റിക് കവർ എന്തിനാന്ന് വെച്ചാൽ പെയിന്റ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടൊക്കെ കൊടുക്കുമ്പോൾ അത് ടേബിളിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഈ ഷെല്ലിൻ്റെ അടിവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതെന്തിനാന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇതേ മെത്തേഡിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ ബോട്ടിലായിട്ട് നന്നായി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഗ്ലൂ ഗൺ ഉള്ളവർക്ക് ഈ ഒരു പരിപാടി സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിന് ഫസ്റ്റ് കോട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനതൊന്ന് നന്നായി ഉരച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റ് കോട്ട് കൊടുക്കണേ. അപ്പോൾ അത് നന്നായി ക്യാച്ചായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഒരു സാൻഡ് പേപ്പർ വെച്ച് ഉരസി കൊടുത്തത്. അങ്ങനെ നമ്മൾ ഇതിൽ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണക്കാനായിട്ട് വെച്ച ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച പോർഷൻ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതി നമ്മൾ വൈറ്റ് കോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്കുള്ള കാരണം വൈറ്റ് കോട്ട് പെട്ടെന്ന് തന്നെ അതിൽ ക്യാച്ച് ആയിട്ടുണ്ട്. ഇനി ഇതും നല്ല രീതിക്ക് ഉണക്കിയെടുക്കണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടേബിൾ അല്ലെങ്കിൽ ആ ഒരു സർഫസ് കംപ്ലീറ്റ് പെയിൻ്റ് ആയിട്ട് ഡാമേജ് ആവും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു ഫസ്റ്റ് കോട്ട് നല്ലതുപോലെ ഉണങ്ങണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു സ്ഥലം വരെ പോവാം. നിങ്ങൾക്കിതേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച പെയിൻറ്റ്, പച്ചയാണോ നീലയാണോ എന്നറിയില്ല, ആ പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ചെറിയൊരു ചിത്രം വര ക്യാമ്പ്, അതായത് നമ്മുടെ നാട്ടിലത്തെ ഗ്രാമീണ വായനശാലയുടെ ഭാഗമായിട്ട് ബാലവേദി സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ചിത്രം വരയുടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഇവരുടേതായ സ്റ്റൈലിലൊക്കെ വരയ്ക്കുന്നുണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഉദ്ദേശിച്ചേക്കണം. അതായത് ഡിസൈൻ എലമെന്റ്സ്, നമ്മുടെ ഹാൻഡ് ഫ്ലോയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേക്കണത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈനാണ്, ഒരു പക്ഷിയുടെ ഡിസൈൻ പോലെയൊക്കെ ഡിസൈനുകൾ വെച്ചിട്ടൊരു ഡിസൈൻ. ആ ഒരു മെത്തേഡിലാണ് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് നോക്കിയത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് വരയ്ക്കാനുള്ള അവരുടെ ഒരു ടെൻഡൻസിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഞാൻ ഇതുപോലൊരു ഇമേജാണ് അവർക്ക് വരച്ചു കൊടുത്തേക്കണത്. ഈ ഒരു ഇമേജ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.
ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഉജാല ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫിഷിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിഷിൻ്റെ ഇമേജിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ റെഫറൻസിലുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു പിക്ചർ വരച്ചേക്കണേ. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങളിത് ഇതുപോലെ കോപ്പി ചെയ്യേണ്ട, നിങ്ങളുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ കളറിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ രീതിയിലാണ് അവർ ഓരോരുത്തരും അവരുടേതായ സ്റ്റൈലിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ഫ്രീ ആക്കി കൊടുത്താലാണ് വരയ്ക്കണ ആൾക്കാർക്ക് ആ വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് അവർക്ക് കുറച്ച് സ്ട്രെസ്സായിട്ട് മാറും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം കൂടി ഉണ്ട്. അതായത് അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവരെങ്ങനത്തെ കളേഴ്സാണ് ചൂസ് ചെയ്യണം, അവർക്ക് ഇതിനോടുള്ള ഒരു പാഷൻ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻസിനോടും നമുക്ക് അവരുടേതായ സ്റ്റൈലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചില ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സൊക്കെ ഇതുപോലൊരു വീഡിയോ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഇതൊന്ന് കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സും കൂടിയും നമ്മുടെ വീഡിയോയുടെ ഇടയിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചെയ്യാം. നമ്മളിവിടെ ഉണക്കാൻ വെച്ച സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഉണങ്ങി നല്ല രീതിക്ക് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച കാരണം അതും അതൊക്കെ ഒട്ടിപ്പിടിച്ചേക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ അത് അടർത്തി എടുക്കുക. നമ്മളിവിടെ ആകെ കൂടി ഒരു സിംഗിൾ കോട്ട് മാത്രമാണ് വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെയായിട്ട് ഈ ഒരു ബോട്ടിലും നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ മീതെയായിട്ട് ഓരോ കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. ബ്ലൂ കളർ നമ്മൾ ഇതുപോലെ കുറച്ച് അപ്ലൈ ചെയ്തു. അതിൻ്റെ അടിവശത്തായിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂ കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഗ്രേഡിയേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ച് യെല്ലോ എടുത്തിട്ട് ആ ഒരു ബ്ലൂവിനോട് ചേർന്നിട്ടുള്ള പോർഷനിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ ആ ഒരു ബ്ലൂവും യെല്ലോയും കൂടി മിക്സ് ആയിട്ട് ഒരു ഗ്രീൻ കളറിലേക്ക് അത് മാറി വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കളർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ആ ഒരു ഷെല്ലിൻ്റെ മുകളിൽ കുറച്ച് റെഡ് കളർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് ഓറഞ്ച് കളർ ഇതുപോലെ എടുക്കുക. ഈ ഒരു റെഡ് കളറിനോട് ലയിപ്പിച്ച വിധത്തിൽ ആ ഒരു കളറും കൂടി നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് യെല്ലോ കളറാണ്. അപ്പോൾ ഈ ഒരു യെല്ലോ കളറും ഇതേ പ്രോസസ്സ് തന്നെ ഈ രീതിയിൽ ലയിപ്പിച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ പോർഷനിലും ഈ ഒരു യെല്ലോ കളറും കൂടി കൊടുത്തു കഴിഞ്ഞു വെച്ചെങ്കിൽ ഈ ഒരു കളർ ഗ്രേഡിയൻറ്റ് കറക്റ്റ് ആവും. നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് യെല്ലോ കളർ ഈ ഭാഗത്ത് കുറച്ചുകൂടി യെല്ലോ കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് വരുത്തിയിട്ട് ഒരു കളറിനോട് ലയിക്കണം മറ്റൊരു കളർ എന്നുള്ള ആ ഒരു ബേസിക് മെത്തേഡ് മൈൻഡിലുണ്ടെങ്കിൽ പല കളേഴ്സും ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ഷെല്ലുകൾ ഏതൊക്കെ പൊസിഷനിലാണ് വരേണ്ടതെന്ന് റഫായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. നമുക്ക് പറ്റിയ പോലത്തെ പൊസിഷൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഗ്ലൂ അപ്ലൈ ചെയ്തോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തോ. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഫെവിക്കോൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നടക്കില്ല. പിന്നെ ഗ്ലൂ ഗണ്ണുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്യാം. ചില സമയത്ത് ഗ്ലൂ ഗണ്ണും വർക്ക് ആവാത്ത കേസുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഏത് മെത്തേഡ് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അടുത്ത പരിപാടി സിമ്പിളാണ്. ഇതുപോലെ കുറച്ച് പച്ച പെയിൻറ്റും പിന്നെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഓരോ ലൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിൽ ചെറിയ ലീഫുകൾ, ഏറ്റവും മുകൾവശത്ത് ചെറിയ ലീഫ് അടിയിലേക്ക് വരും തോറും വലുതാക്കി കൊണ്ടുവരിക. ഇതുപോലെ ഒന്ന് ലീഫുകൾ വരയ്ക്കുക. ഇതേ ഡിസൈൻ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതിലും നല്ല ഡിസൈനുകൾ കിട്ടുകയാണെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് വളഞ്ഞ തണ്ടുകളാണ് വരയ്ക്കുന്നത്. അതിനും ഇതുപോലെ ലീഫുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വളഞ്ഞ ലീഫുകളും ഇലകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു പോർഷനിൽ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തു. 3 സൈഡും 4 സൈഡൊക്കെ സെറ്റാക്കി. ഇനിയും എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ നെക്ക് പോർഷനിലായിട്ട് ഇതുപോലത്തെ ഒരു കയറ്, ഒരു റെഡ് കളർ കയറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കയറ് വേണമെങ്കിലും മാച്ചായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാവർക്കും ഈ ഒരു കക്കയൊക്കെ കിട്ടണതായിരിക്കും. കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഷെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലൊക്കെ വർക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ ഐഡിയയും കൂടി കൂട്ടിച്ചേർത്തിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി ടാഗ് ചെയ്യുക. അതുപോലെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ.